പോയിട്ടുള്ള ബിഗ് ബോസിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല എനിക്ക്. നീ പോയിട്ടുള്ള ബിഗ് ബോസ് മനസ്സിലായില്ല. ഞാൻ പോയിട്ടുള്ള ബിഗ് ബോസ് ഹൗസിനെ പറ്റിയിട്ട് അവസ്ഥ ഞാൻ ആലോചിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് എൻ്റെ ഇമാജിനേഷനിൽ പോലും ഇല്ല. അതിന് നീ ആലോചിക്കണ്ട്, ഞങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട്. അല്ല, ഇവൻ ബിഗ് ബോസിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ പോയാൽ? മലയാളികളുടെ അവസ്ഥ എന്തായിരിക്കും? വേണ്ട. നെവിൻ പോയതാ ബിഗ് ബോസ് ഹൗസിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്കൊരു പ്രശ്നമില്ല അല്ലെ. നെവിൻ ഇരുന്ന് പറയാണ് കഴിഞ്ഞ ദിവസം രാത്രി അതേ ഞാൻ പോയ ബിഗ് ബോസ് ഹൗസിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല എന്ന്. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, അത് നീ എന്തിനു ചിന്തിക്കുന്നത്, അത് ഞങ്ങൾ ചിന്തിച്ചാ പോരെ, നീ പോയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളത്. ബിഗ് ബോസ് ഒക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കും, ബിഗ് ബോസ് ഹൗസിൽ ഞാനില്ലാതെ ശരിയാവില്ല. നെവിന്റെ പുതിയ കണ്ടുപിടുത്തമാണെന്ന് തോന്നുന്നു. അല്ല, നെവിൻ പറയുന്ന അനുസരിച്ച് നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞിയായി തീരും ബിഗ് ബോസ് എന്നാണ് നെവിന്റെ പറച്ചില്. പക്ഷെ നമുക്ക് ആർക്കും അങ്ങനെ തോന്നുന്നില്ല അല്ലെ. നെവിൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നെവിനെ അടിച്ചു പുറത്താക്കിയതിനു ശേഷം വീട്ടിലൊരു ശുദ്ധി കലശം നടത്താമെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിന്റെ ഇപ്പോഴത്തെ ക്യാരക്ടറും പറച്ചിലും സംസാര രീതിയും ആക്ഷൻസും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഏറ്റവും ആദ്യം ശുദ്ധി കലശം നടത്തേണ്ടത് നെവിനെ പുറത്താക്കിയതിന് ശേഷമാണെന്നാണ് നമുക്ക് തോന്നി പോകുന്നത് അല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ അത്രയും എന്റർടൈൻമെന്റ് ആയിട്ട് നിന്നൊരു മത്സരാർത്ഥിയാണ്. ഇപ്പോഴും അല്ലറ ചില്ലറ എന്റർടൈൻമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ആ എന്റർടൈൻമെന്റ് കുറച്ച് ബോറായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ഒരു രസമില്ല. ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഇപ്പൊ നിലവിൽ 9 മത്സരാർത്ഥികളുണ്ട്. ഈ 9 പേരിൽ 5 പേരെങ്കിലും ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നുണ്ടെങ്കിൽ അതിന് ഗെയിം എന്ന് പറയാം. ഇത് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അയാൾക്കെതിരെ മാത്രം ഗെയിം കളിക്കുമ്പോൾ അത് കാണാനായിട്ട് ഒരു രസമില്ല നെവിനെ. എന്തായാലും സംഭവം ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ രാവിലെ തന്നെ കൂട്ടടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിച്ചൺ ടീമാണ് പ്രശ്നം. കിച്ചൺ ടീം ആരൊക്കെയാണെന്ന് നമുക്കറിയാലോ. 3 ക്യാപ്റ്റന്മാരെ ബിഗ് ബോസ് തെരഞ്ഞെടുത്തിട്ടില്ലേ, ആ 3 പേരാണ് കിച്ചൺ ടീമിന്റെ ആൾക്കാരെന്ന് പറയുന്നത്. ഇന്നലെ അവർക്ക് ആകെ 2 നേരാണ് ഈ കിച്ചൺ ടീം ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്. 2 ടാസ്ക് ചെയ്തു. പക്ഷെ 2 ടാസ്ക് എന്ന് പറയുന്നത് അത്ര സമയമെടുക്കുന്ന ടാസ്ക് ഒന്നും ആയിരുന്നില്ല. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടപ്രകാരം സമയമുണ്ട്. ഇനിയിപ്പോ പോട്ടെ, സമയമെടുത്ത ടാസ്ക് ആണെങ്കിൽ പോലും മുമ്പുള്ള സീസണുകളിലൊക്കെ ഫുഡ് ഉണ്ടാക്കി അവർ കഴിച്ചിട്ടുണ്ട്. ഇവർക്ക് എന്താണ്? അപ്പൊ ഈ 3 പേരും വിചാരിച്ചു അനുമോൾ അങ്ങോട്ട് വലിയ കിച്ചണിൽ വലിയ ആളാവണ്ട, ഇനി ഞങ്ങളങ്ങ് കിച്ചണിൽ കയറിയിട്ട് നന്നായിട്ട് അങ്ങ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് വലിയ ഇതിൽ അങ്ങോട്ട് കയറിയിട്ട് അനുമോൾക്ക് പാത്രം കഴുകാനുള്ള ഡ്യൂട്ടിയും കൊടുത്തു. എന്നിട്ട് ഇവരിട്ട് കുക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അന്ന് അനുമോൾക്കിട്ട് പണി കൊടുക്കാൻ അല്ലെങ്കിൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് അനുമോൾക്ക് ഇഷ്ടപ്രകാരം പാത്രങ്ങൾ അങ്ങോട്ട് കഴുകാൻ കൊടുക്കും. അപ്പോൾ കിച്ചണിൽ ഇവർ 3 പേരും മര്യാദയ്ക്ക് ഒരു നേരം പോലും ഫുഡ് ഉണ്ടാക്കുന്നില്ല, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അതുമാത്രമല്ല ഇവർക്ക് ഇഷ്ടമുള്ളത് ഇവരെ മറ്റുള്ളവർ അറിയാതെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നലെ ബാക്കിയുള്ളവർ മുഴുവൻ പട്ടിണി എടുക്കുമ്പോൾ ഇവർ 3 പേരും ഇവർക്ക് വേണ്ട രീതിയിൽ എടുത്ത് കഴിക്കുകയും ചെയ്തു. ഇതിപ്പോ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പൊ കിച്ചൺ ടീമിന് എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതായത് 3 ക്യാപ്റ്റന്മാർക്ക് എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ആര്യൻ, നെവിൻ, അക്ബർ. 3 പേര് പണിയെടുക്കാനായിട്ട് മടിയന്മാരാണ്. ഇവർ 3 പേര് വിചാരിച്ചു കട്ട് തിന്നുന്ന പോലെയും അല്ലെങ്കിൽ മറ്റുള്ളവർ ഉണ്ടാക്കി തന്നത് കഴിച്ചിട്ട് അതിനെ കുറ്റം പറയുന്ന പോലെയും എളുപ്പമാണ് കിച്ചൺ ടീമിൽ നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിന്ന് 3 പേരങ്ങ് വിചാരിച്ചു തോന്നുന്നു. അതുകൊണ്ടാണല്ലോ അന്ന് ഞങ്ങൾ 3 പേര് കിച്ചൺ ടീമിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് ഏറ്റെടുത്തത്. ഏറ്റെടുക്കലൊക്കെ നല്ല സംഭവമായിട്ട് കഴിഞ്ഞെങ്കിലും അതിനനുസരിച്ച് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നിന് കഴിഞ്ഞില്ല. എന്നാൽ ഇവർ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ പോട്ടെ എന്ന് വെക്കാം. എന്നാൽ അനുമോൾക്കിട്ട് ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്രകാരം പാത്രങ്ങൾ ഇട്ട് കൊടുക്കുകയാണെന്ന് ഇന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അനുമോടുള്ള ദേഷ്യം തീർക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഇവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നുള്ളത്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റിട്ടും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റോ അവർക്ക് കൃത്യമായിട്ടുള്ള ചായയോ ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇപ്പോ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ അനുമോളുടെ വില അവർ അറിയുന്നുണ്ടെന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ കുക്ക് ചെയ്യുമ്പോൾ അനുമോളെ കുറ്റം പറയുന്നു, അനുമോൾ ഉണ്ടാക്കിയത് മാത്രം ശരിയാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ അനുമോൾ കുറ്റം പറയും, എല്ലാത്തിനും ഇത് പുച്ഛിച്ച് തള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ കുറ്റം പറയും. എന്തിനേറെ പറയുന്ന പറയുന്ന ആദിലെ നൂറയും വരെ ഈ ഡയലോഗുകൾ അനുമോളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അനുമോൾ ഒന്ന് കിച്ചണിൽ നിന്ന് മാറി നിന്ന സമയത്ത് ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്, ഫുഡ് കിട്ടാതെ തന്നെ അനുഭവിക്കുന്നുണ്ട്. അനുമോളുടെ ശാപം ഏറ്റവും എന്നാണ് കേട്ടോ തോന്നുന്നത്. അനുമോള് പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ശാപം ഏറ്റെന്ന് തോന്നുന്നു. അപ്പോൾ ഫുഡ് കിട്ടാതെ നല്ല രീതിയിൽ ഇപ്പൊ അവിടെ എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ആദിൽ നൂറെ അടക്കം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ വന്നവരെല്ലാം നല്ല ഫുഡ് കഴിക്കണം എന്നുള്ള നിർബന്ധമൊന്നും ഞങ്ങൾക്കില്ല, എന്തെങ്കിലും കഴിച്ചു ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നൊക്കെ ഡയലോഗ് ഇട്ട ആൾക്കാരാണ്. കഴിഞ്ഞ ആഴ്ചയിലാന്ന് തോന്നുന്നു അനുമോളായിട്ട് വഴക്കിട്ട സമയത്ത് കിച്ചൺ ഡ്യൂട്ടിയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത്. അപ്പോൾ ഈ വക ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ അവിടെ ഭക്ഷണം കിട്ടാണ്ടായപ്പോഴാണ് ഇവർക്ക് അനുമോളുടെ വില മനസ്സിലായിട്ടുള്ളത്. എന്തായാലും അനുമോളോട്
അനുമോളോട്ടുള്ള വാശിക്കാണ് ഈ 3 എണ്ണം കിച്ചൺ ടീമിൽ കയറിയതും അനുമോൾക്ക് പാത്രം കഴുകാനുള്ള ഡ്യൂട്ടി കൊടുത്തതും. അപ്പൊ അനുമോൾക്ക് കുറേ പാത്രങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, ഷാനവാസ് കഴുകുന്ന സമയത്ത് അത്രയും പാത്രങ്ങളില്ല, പക്ഷെ അനുമോള് കഴുകുന്ന സമയത്ത് അനുമോളുടെ അടുത്തുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്രകാരം പാത്രങ്ങൾ അവിടെ ഇട്ട് കൊടുത്ത് അനുമോളെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നൊരു കാര്യം ഇന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഈ വീട്ടിൽ 9 പേരുള്ള സമയത്താണ് 9 പേർക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് പറ്റാത്തത്. അത്രയും പേരുണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഫുഡ് ഉണ്ടാക്കി വിളമ്പി കൃത്യമായിട്ട് കൊടുത്തിരുന്ന ആളാണ് അനുമോള്. അപ്പൊ ഇനിയെങ്കിലും അവർ അനുമോളുടെ വില മനസ്സിലാക്കാനൊന്നും പോകുന്നില്ല. കാരണം നെവിനും ആര്യനും അക്ബറും അല്ലേ, അവർക്ക് അവരുടെ വാശിയാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. ആ വാശിക്കും ദേഷ്യവും തീർക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാനും മടിക്കാത്ത 3 എണ്ണാണ്. 3 പേരും ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്, ടാസ്കും കളിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ പേഴ്സണൽ ഗ്രഡ്ജ് ഭയങ്കര ഓവറായിട്ടുള്ള 3 പേരാണ്. ഇപ്പൊ നെവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ആഴ്ച പുറത്തു പോകുമോ എന്ന് നല്ല പേടിയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആദിലയും നൂറയും ഒരുമിച്ച് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരാൾ പോകുമെന്നാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദിലയും നൂറയും ഒരുമിച്ച് നോമിനേഷനിൽ വരാത്തത് കൊണ്ട് തന്നെ നെവിന് നല്ല പേടിയുണ്ട്. നെവിൻ അതുകൊണ്ടാണ് അക്ബറുമായിട്ട് രാത്രി ഇരുന്ന് സംസാരിക്കുന്നത് ഈ നോമിനേഷനെ കുറിച്ച്. ഈ ആഴ്ച എനിക്ക് നല്ല പേടിയുണ്ട്, പക്ഷേ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ, ഞാനില്ലാത്ത ബിഗ് ബോസിനെ കുറിച്ച് എനിക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബറിന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത്. ഈ പറയുന്ന അക്ബറിന് പോലും പേടിയുണ്ട് ഈ ആഴ്ചയിൽ എന്തായിരിക്കും ഉണ്ടാവാനായിട്ട് പോകുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് അക്ബറിനെയും പേടിയുണ്ട്. അതുകൊണ്ടാണ് 2 എണ്ണം കൂടി ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ആര്യനും കൂടി ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ അക്ബറും നെവിനുമാണ് ചർച്ച ചെയ്തതെന്ന് മാത്രം. എന്തായാലും എൻ്റെ നെവിനെ, നീ പുറത്തു പോകുന്നതിനോട് പ്രേക്ഷകർക്ക് യാതൊരുവിധ എതിർപ്പുമില്ല, പുറത്തേക്ക് വേഗം വണ്ടി വിട്ടോ എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ ഈ ആഴ്ച ആര് പുറത്തു പോകുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും ആയിട്ടില്ല. നെവിൻ അത്യാവശ്യം സപ്പോർട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഗെയിമും ടാസ്കും ഒക്കെ കളിക്കുന്നുണ്ട് നെവിൻ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വെറുപ്പീരായിട്ട് മാറുന്നുണ്ട്, തമാശ ഓവറായിട്ട് മാറുന്നുണ്ട്. വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ലാലേട്ടൻ്റെ അടുത്ത് പോലും ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുക, മറ്റുള്ളവരുടെ അടുത്ത് ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുകയും വളരെ വൾഗറായിട്ട് സംസാരിക്കും. എന്നാൽ ബിഗ് ബോസോ ലാലേട്ടനോ നെവിനെ ചോദ്യം ചെയ്യുന്നത് ഇതുവരെ നിലവിൽ നമ്മൾ കണ്ടിട്ടില്ല. അത് അനുമോള് കഴിഞ്ഞ ദിവസം നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എടുത്തു പറയുകയും ചെയ്തു. എന്നാൽ ബിഗ് ബോസ് എപ്പിസോഡിൽ നിന്ന് അത് മുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ വീക്കെൻഡിൽ വരുമ്പോൾ ലാലേട്ടൻ ചിലപ്പോൾ അനുമോളുടെ അടുത്ത് ചോദിക്കും, അനുമോൾക്ക് ഇവിടെ പാർഷ്യാലിറ്റി ഞങ്ങൾ കാണിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അനുമോള് ലാലേട്ടൻ്റെ മുന്നിൽ പേടിച്ചിട്ട് ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരാഴ്ചയും വരുമ്പോൾ അനുമോളെ വരട്ടാനും അനുമോളെ കരയിപ്പിക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് പറയുകയും ചെയ്യുമ്പോൾ അനുമോൾക്ക് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു. അപ്പം അനുമോൾക്ക് അത് കൃത്യമായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അനുമോളുടെ മറ്റൊരു മുഖമാണ്. അതുപോലെ ഡയലോഗ് അടിച്ചു മറുപടി കൊടുക്കുന്നുണ്ട്. ഉരുളക്കുപ്പേരി പോലെ നെവിന് ഓരോ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കുന്ന അനുമോളയെ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ആകെ 3 ലേഡി കണ്ടസ്റ്റൻസ് ആണ് അവിടെ ഉള്ളത്, ആദില, നൂറ, അനുമോള്. ഈ ആദിലയ്ക്കും നൂറയ്ക്കും കിച്ചണിൽ കയറിയിട്ട് ഒന്നും ചെയ്യാനായിട്ട് അറിയില്ല, ജസ്റ്റ് സഹായിക്കാനല്ലാതെ. അനുമോള് മാത്രമാണ് കിച്ചണിലെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി. അപ്പൊ അനുമോളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി അനുമോളെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്നുള്ള വാശി കാണിച്ചുകൊണ്ടാണ് അവർ 3 പേരും കിച്ചണിൽ കയറിയത്. അനുമോൾ ഇനി കയറില്ല എന്ന് പറഞ്ഞു, സംഭവം ശരിയാണ്. പക്ഷെ അനുമോൾ ഒന്ന് കയറുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കയറും. അനുമോൾക്ക് അത്രയേ ഉള്ളൂ, ചെറിയൊരു കാര്യമുള്ളൂ. അനുമോൾ ഞങ്ങൾക്ക് ആർക്കും വെക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഒന്ന് കുക്ക് ചെയ്യാൻ അനുമോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ ഇവർക്ക് അനുമോളുടെ അടുത്ത് അത് പറയാനുള്ള ഒരു വിഷമം, ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കയറുകയും ചെയ്ത് അനുമോൾക്കിട്ട് പണി കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. അനുമോൾക്കിട്ട് പണി കൊടുക്കുന്നുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ കൃത്യമായിട്ട് വീടിനുള്ളിലുള്ള ഒരെണ്ണത്തിന് ഫുഡ് കിട്ടുന്നില്ല. എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ കാലത്ത് തന്നെ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്.